രാജു, നീ ഋതുമോളുടെ പ്രണയം അംഗീകരിക്കണം, അവളെ സ്വീകരിക്കണം. ഇപ്പൊ ഈ നിമിഷം രാജു ഋതുമോളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകണം. ആരും രാജുവിനെ തടയില്ല. എന്ത് പ്രശ്നം ഉണ്ടായാലും അതിന്റെ ബാക്കി ഞാൻ ഏറ്റെടുത്തോളാം. ഇല്ല ശീതൻ സാറേ, എനിക്കതിന് കഴിയില്ല. രാജു, ഇത് ഋതുമോളുടെ അവസാനത്തെ ചാൻസാ. രാജു, ശേഖരേട്ട പറയുന്നൊന്നും മനസ്സിലാക്ക. നിങ്ങൾ രണ്ടാളും എന്നോട് ക്ഷമിക്കണം. രാജു, ഋതുവിനെ ഭാര്യയായിട്ട് സ്വീകരിക്കാൻ രാജുവിന് കഴിയില്ലായിരിക്കും. പക്ഷേ ദീപക്കിൽ നിന്നും അവളെ രക്ഷിക്കാൻ രാജുവിന് കഴിയില്ലേ? അതെ രാജു, നമ്മുടെ ഋതുമോള് പാവമല്ലേ. അവളെ നമുക്ക് അംബികേച്ചിയുടെ ദുരുദ്ദേശത്തിന് വേണ്ടി ദീപകിന്റെ കൈ പിടിച്ചു കൊടുക്കുന്നത് കണ്ടു നിൽക്കാൻ പറ്റുമോ? രാജു പ്ലീസ്, രാജുവിനെ അവർക്കെതിരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ദീപക്കുമായിട്ടുള്ള ഋതുമോളുടെ വിവാഹം നടക്കരുത്. ഋതുമോളെ ഒരുപാട് സ്നേഹിക്കുന്ന, അവള് അമ്മയെ പോലെ കാണുന്ന അവളുടെ ചെറിയമ്മയുടെ അപേക്ഷയത്. രാജു, രാജു, എന്നാലും ഇവരിതോടെ പോയി. മിസ്സായി പോയല്ലോ. അവരെ ഞാൻ കണ്ടില്ലെന്ന് അമ്മയോട് പറഞ്ഞ അമ്മ എന്നെ ശരിയാക്കും. അമ്മേ, മോനെ, എന്തായടാ? കണ്ടോ അവളെ? പത്മാവതിയെ ഞാൻ കണ്ടമ്മേ. പിടിച്ചോ അവളെ നീ? ഇല്ലമ്മേ, അവരുടെ കാറിന്റെ തൊട്ട് പുറകിലുണ്ട് ഞാൻ. തൊട്ട് പിറകിലെന്ന് പറഞ്ഞ? അമ്മേ, കൂടിപ്പോയ 100-200 മീറ്റർ. ഇപ്പൊ ഓവർടേക്ക്. ഉടനെ പിടിക്കോ അവരെ. എടാ, കിട്ടിയ അവസരം നീ പാഴാക്കാതെ ഒന്ന് പിടിക്ക് നീ. ഇനിയൊരു അവസരം കിട്ടില്ല. ഇല്ലമ്മേ, ഞാൻ പിടിച്ചോളാം. അമ്മ ധൈര്യമായിട്ടിരിക്ക. പത്മാവതി ദീപകിന്റെ കൺമുന്നിൽ പെട്ടു. ഇനി അവന്റെ കയ്യിൽ നിന്നും നിനക്ക് രക്ഷയില്ല. സാർ, സാറേ, സാർ ഇന്നലെ ചോദിച്ച ഫയല്. ഏത് ഫയല്? സാറേ, സാർ ഇന്നലെ ചോദിച്ചില്ലായിരുന്നോ പുതുശ്ശേരിയിൽ നടന്ന തെഫ്റ്റിന്റെ ഫയല്? എടോ, ഇത് ഞാൻ തന്നോട് ഇന്നലെയല്ലേ ചോദിച്ചത്? സാർ, ഇന്നലെ സാർ ഫയൽ എടുക്കാൻ പറഞ്ഞപ്പോഴല്ലേ ആ ആക്സിഡന്റ് കേസിന്റെ പുറകെ പോയത്. അത് കഴിഞ്ഞപ്പോ പിന്നെ സാറ് ഡ്യൂട്ടി കഴിഞ്ഞ് പോവുകയും ചെയ്തു. ശരി, താനത് വച്ചേക്ക്. സാർ. സാർ, ഒരു ചായ ഇട്ടോ. ആകപ്പാടെ തല പോന്നിരിക്കുക. ശരി സാർ. ഇതാ സാർ. ആരാ? എന്തു വേണം? സാർ, ഒരു പരാതി ഉണ്ടായിരുന്നു. കൊള്ളാം. ഞാനാണെങ്കിൽ 100 കൂട്ടം തിരക്കിനിടയിലായിരുന്നു. ഒരു ചായ കുടിക്കാന്ന് വിചാരിച്ചതാ. മാഡം ഇരിക്കും. മാഡത്തിന്റെ പരാതി എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ടോ? ആ, പരാതി എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. എന്താ, എന്തെങ്കിലും മോഷണോ ആരെങ്കിലും ഉപദ്രവിക്കോ അങ്ങനത്തെ കേസ് വല്ലതും ആണോ? അല്ല സർ, ഇത് പേഴ്സണലായിട്ടുള്ളൊരു കാര്യം. എങ്കിൽ പിന്നെ എനിക്ക് ചായ കുടിക്കാലോ അല്ലേ? കുടിക്കാം സർ.
മാഡത്തിനൊന്നും തോന്നരുത് കേട്ടോ, ക്ഷീണം കൊണ്ടാ. ഒരുപാട് നൂലാമാല പിടിച്ച കേസുകൾ ഉണ്ടായിരുന്നു. ഇന്നലെ ഒരുപോലെ കണ്ണടച്ചപ്പോ തന്നെ ഒരുപാട് സമയമായി. ചായ കുടിച്ചൊന്ന് ഉഷാറാവാന്ന് വെച്ചു. മാഡം ഒരു കാര്യം ചെയ്യും, പേഴ്സണൽ കാര്യമാണെന്നല്ലേ പറഞ്ഞേ. മാഡം പരാതി എന്താണെന്ന് പറഞ്ഞോ, ഞാൻ കേൾക്കാം. മാഡത്തിന്റെ പേരെന്താന്നാ പറഞ്ഞേ? സർ, ഞാൻ പേര് പറഞ്ഞില്ലായിരുന്നു. എന്റെ പേര് പത്മാവതി എന്നാ. ശരി, പത്മാവതി മാഡം പറയൂ, എന്താണ് മാഡത്തിന്റെ പ്രശ്നം? എന്താണ് മാഡത്തിന്റെ പരാതി? സർ, ഞാനിവിടെ അടുത്താണ് താമസം. ഉം. ഞാൻ കുറച്ച് വർഷം മുമ്പ് ഈ നാട്ടിൽ നിന്ന് മറ്റൊരിടത്തേക്ക് പോയതാ. ഇപ്പോ ഏതാനും മാസങ്ങളായി ഞാൻ തിരിച്ച് നാട്ടിലെത്തിയിട്ട്. എനിക്ക് ചില ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാ എനിക്ക് ശരിക്കും ഈ നാട്ടിൽ നിന്ന് പോകേണ്ടി വന്നത്. പോയ സമയത്ത് എന്റെ മകൾ എന്റെ ഹസ്ബൻഡിന്റെ കൂടെ ആയിരുന്നു. ഉം. അവളന്ന് തീരെ കുഞ്ഞായിരുന്നു. ഇപ്പൊ അവള് വളർന്ന് അവൾക്ക് വിവാഹപ്രായമായി. വിവാഹപ്രായമായപ്പോ ശരിക്കും അവളുടെ ഇഷ്ടത്തിനോ അവളുടെ സമ്മതത്തിനോ അല്ല അവളുടെ വിവാഹം നടക്കാൻ പോകുന്നത്. അതാ സാർ എന്റെ പരാതി. ശരി, അപ്പൊ നിങ്ങൾ ഈ കുട്ടിയെ ഉപേക്ഷിച്ച് പോകുമ്പോ, സോറി, നിങ്ങൾ ഈ പറഞ്ഞ കുട്ടിയെ വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകുമ്പോ ഈ കുട്ടിക്ക് എന്ത് പ്രായം ഉണ്ടായിരുന്നു? അന്നെന്റെ മോള് കൈക്കുഞ്ഞായിരുന്നു സാർ. കൈക്കുഞ്ഞായിരുന്നോ? എന്നിട്ട് നിങ്ങൾ ഇപ്പോഴാണ് തിരിച്ചു വരുന്നത്? അതെ സാർ. ശരി, അത് കൊള്ളാം. നിങ്ങളുടെ മകളിപ്പോ മേജറല്ലേ? അതെ. അപ്പോ വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ മകളെ ഉപേക്ഷിച്ചു പോയി. ഇപ്പോ നിങ്ങൾ തിരിച്ചു വന്നപ്പോ ആ കുട്ടിയുടെ വിവാഹമാണെന്ന് അറിഞ്ഞു. ആ കുട്ടിയുടെ ഇഷ്ടത്തിനല്ല വിവാഹം നടത്തുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയല്ലേ? അതെ സാർ. ശരിക്കും ആരാണ് ഈ വിവാഹത്തിന് ഈ പെൺകുട്ടിക്ക് നിങ്ങളുടെ മകൾക്ക് താല്പര്യമില്ല എന്ന് നിങ്ങളോട് പറഞ്ഞത്? നിങ്ങളുടെ മകൾ നിങ്ങളോട് നേരിട്ട് പറയുമായിരുന്നോ? അല്ല മാഡം, നിങ്ങളുടെ മകൾക്ക് ആ വിവാഹത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞാലേ ഈ കേസ് നിലനിൽക്കുകയുള്ളൂ. സിഐയോട് ഞാൻ എന്താ പറയേണ്ടത്? ഋതിക മോൾക്ക് വിവാഹത്തിന് താല്പര്യമില്ലെന്ന് പറയണോ? പറയാം. സർ, അത് ദീപക് സാറേ, എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ ഈ വഴിക്ക്? അങ്ങനെ മുൻകൂട്ടി അറിയിച്ചിട്ട് വരേണ്ട കാര്യമുണ്ടോ സിഐ സാറ്? നമ്മൾ തമ്മിലുള്ള ഇരിപ്പ് വശം വെച്ചിട്ട് എനിക്ക് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാനുള്ള സ്വാതന്ത്ര്യമില്ലേ? പിന്നെ അതുകൊണ്ട് ദീപക് സാർ നമുക്ക് വേണ്ടപ്പെട്ട ആളല്ലേ? സാർ ഇരിക്കേ. അല്ല, സാർ തിരക്കിലാണെന്ന് തോന്നുന്നു. മാഡത്തിനൊരു പരാതി ഉണ്ടേ, ഞാൻ ആ പരാതി കേൾക്കുമായിരുന്നു. എന്നാ കേട്ടോ, ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. മാഡം എന്താ പറയാമെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. ഈ പറയുന്ന പെൺകുട്ടിക്ക് വിവാഹത്തിന് എതിരഭിപ്രായമാണെങ്കിൽ നമുക്ക് പരാതി എടുക്കാം. മാഡം പേടിക്കണ്ട, ഇദ്ദേഹം നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാ. മിനിസ്റ്റർ വർമ്മ സാറില്ലേ, വർമ്മ സാറിന്റെ അനന്തരവനാ. അല്ല, മാഡം തന്നെ എഴുന്നേക്കുന്നേ? ഒന്നുമില്ല സർ, ഞാൻ പോയിട്ട് പിന്നെ വരാം. പോയിട്ട് പിന്നെ വരാന്നോ? മാഡം എന്തായി പറയുന്നേ? മാഡം പരാതി തന്നെ? ഇല്ല സർ, എനിക്ക് പരാതിയൊന്നുമില്ല. മാഡം നിൽക്കൂ. മാഡം, ഇതെന്തു പറ്റി? അല്ല, എന്തായിരുന്നു കേസ്? എന്തായിരുന്നു പരാതി? അവരുടെ മകൾക്ക് എന്തോ താല്പര്യമില്ലാതെ വിവാഹം നടത്തുന്നുവെന്നോ അങ്ങനെ എന്തൊക്കെയായിരുന്നു. അത് ശരി, എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. ദീപക് സാർ ഇറങ്ങുവാണോ? സാറ് വന്നെന്തിനാണെന്ന് പറഞ്ഞില്ലല്ലോ. അത് ഞാൻ പിന്നീട് വിളിച്ചറിയിക്കാം. ഞാൻ ഇപ്പോഴാ ഓർത്തെ, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ടായിരുന്നു.
ഞാൻ ഇറങ്ങും. ഇതെന്താ പരാതി തരാമെന്ന സ്ത്രീ പരാതി തരാതെ പോയത്? ചിലപ്പോ പെൺകുട്ടിയുടെ അനുവാദം അറിഞ്ഞിട്ടുണ്ടാവില്ല. എന്തെങ്കിലും കുടുംബസ്വത്തിന്റെ കാര്യമായിരിക്കും. അങ്ങനെ ആവാനേ വഴിയുള്ളൂ. പത്മാവതി അമ്മായി, അമ്മായി അങ്ങനെ അങ്ങ് പോയാലോ? പരാതി കൊടുക്കുന്നില്ലേ? ദീപക്കെ മാറി നിക്ക്, എനിക്ക് പോണം. ഓ, അപ്പൊ ഈ പാവപ്പെട്ടവന്റെ പേരൊക്കെ അറിയാല്ലേ? അല്ല, പേരറിയാതെ പരാതി കൊടുക്കാൻ പറ്റില്ലല്ലോ. ആ പരാതി ഒന്ന് കാണിച്ചേ. അതിൽ എന്റെ പേരുണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. വിട് വിട് ദീപക്കെ. അമ്മായി ഒന്ന് കാണിക്കേ, ഞാനൊന്ന് നോക്കട്ടെ. വിട്. അമ്മായിക്ക് ദേഷ്യം വന്നെന്ന് തോന്നുന്നു. അമ്മായിയും അമ്മാനെ പോലെ ദേഷ്യക്കാരിയാണോ? അപ്പോ നിങ്ങൾ രണ്ടുപേരും ദേഷ്യക്കാരായതുകൊണ്ടാവും രണ്ടുപേരും പിരിഞ്ഞതല്ലേ? നിനക്ക് എന്താ ശരിക്കും വേണ്ടേ? എനിക്ക് നിങ്ങളുടെ മകളെ വേണം. നിന്റെ അമ്മ എന്റെ ജീവിതത്തിൽ കാണിച്ചു കൂട്ടിയതിന്റെ ഫലവാ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഫലവാ എന്റെ മകളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടിപ്പോ എന്റെ മകളുടെ കൂടെ ജീവിതം നശിപ്പിക്കണം അല്ലേടാ? അതെ, വലിയ എടാപ്പോടാന്നുള്ള വിളിയൊന്നും വേണ്ട. ഈ അമ്മായി മരുമകൻ സിമ്പതിയൊന്നും എനിക്കില്ല. ഞാൻ അംബികയുടെ മകനാ, അറിയാലോ? അറിയാം, നന്നായിട്ട് അറിയാം. അംബികയുടെ സ്വഭാവ ഗുണങ്ങളുടെ ഇരട്ടി കിട്ടിയിട്ടുള്ള മകനാണെന്ന് ശരിക്കും എനിക്കറിയാം. അമ്മായിന്ന് വിളിച്ച നാവുകൊണ്ട് പത്മാവതി എന്ന് വിളിപ്പിക്കല്ലേ? ദീപക്കെ, ഞാൻ അവസാനമായിട്ട് പറയാം, നീ മാറി നിക്ക്, എനിക്ക് പോണം. അങ്ങനെ അങ്ങ് പോയാലോ? അമ്മായിക്ക് അറിയണ്ടേ ഞാൻ അവളെ എന്തിനാ കെട്ടാൻ പോകുന്നെന്ന്? നിങ്ങൾ വിവാഹം മുടക്കാൻ വന്നതല്ലേ? എങ്കിൽ നിങ്ങളിത് അറിഞ്ഞോ, നിങ്ങളുടെ മകളെ ഞാൻ കെട്ടി അവളുടെ സ്വത്തുക്കള് ഞാനും അമ്മയും കൂടി എന്റെ പേരിലോട്ടാക്കും. വർഷങ്ങൾക്ക് മുൻപ് എന്റെ അമ്മയുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും തകർത്തെറിഞ്ഞ് എന്റെ അമ്മാവന്റെ ജീവിതത്തിലേക്ക് വലതുകാല് വെച്ച് വലിഞ്ഞു കയറി വന്ന സ്ത്രീയാണ് നിങ്ങൾ. അന്ന് നിങ്ങളെ ആ കുടുംബത്തിൽ നിന്ന് തുരത്താൻ എന്റെ അമ്മ രാജതന്ത്രം പ്രയോഗിച്ചു. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമുണ്ടായില്ല. കണക്കില്ലാത്ത സ്വത്തുക്കളൊന്നും അമ്മയ്ക്ക് അമ്മയുടെ പേരിലേക്കാക്കാൻ പറ്റിയിരുന്നില്ല. അതിന് അമ്മ കണ്ടുപിടിച്ച വഴിയാണ് എന്നെ കൊണ്ട് ഹൃതിയെ വിവാഹം കഴിപ്പിക്കുക എന്നത്. മനസ്സിലായോ? ഞാൻ ഹൃതിയെ വിവാഹം കഴിക്കുകയും ചെയ്യും. ആ സ്വത്തുക്കളെല്ലാം ഞാൻ സ്വന്തമാക്കുകയും ചെയ്യും. ഈ കാര്യങ്ങളെല്ലാം ഞാൻ അമ്മാവൻ്റെ അടുത്ത് പറയും. ഇനി നിങ്ങളുടെ ശല്യം എനിക്കും എന്റെ അമ്മയ്ക്കും ഉണ്ടാവരുത്. നിങ്ങളെ ഞാനേ അമ്മാവൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാ. എന്നിട്ട് സിയെ വിളിച്ചു വരുത്തി നിങ്ങൾ കൊടുത്ത പരാതിയെല്ലാം ഞാൻ അമ്മാവനെ ബോധിപ്പിക്കും. എന്നിട്ട് നിങ്ങൾ തമ്മിൽ സംസാരിച്ച് ഒരു തീരുമാനം ഉണ്ടാക്കും. നീ മാറി നിക്ക് ദീപക്കെ. കൈന്ന് വിടണം. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്ന അമ്മാവന്റെ അടുത്തേക്ക്. ഇവിടെ വരാൻ കാണിച്ച ധൈര്യം നിങ്ങൾ അമ്മാവന്റെ മുമ്പിൽ വരാൻ കാണിക്കേ. കൈന്ന് വിടാനാ ഞാൻ നിന്നോട് പറഞ്ഞത്. വീട്ടിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും പെണ്ണുപിള്ളേ? നിങ്ങൾ എന്നെ മൂക്കി വലിച്ചു കയറ്റോ? വിടടാ. എന്നിട്ട് നിങ്ങൾ തമ്മിൽ സംസാരിച്ച് ഒരു തീരുമാനം ഉണ്ടാക്കും. ദീപക്കെ, നീ മതിയാക്ക്. ഇവിടുന്ന് പോയിക്കോ. ഇല്ലെങ്കിലേ ഇപ്പൊ ഞാൻ ഈ വീഡിയോ എന്റെ വേണ്ടപ്പെട്ട ചിലർക്ക് അയച്ചിട്ടുണ്ട്. ഇനി നീ കൂടുതൽ ഇവിടെ നിന്ന് കൊച്ചു വായില് വലിയ വർത്താനം പറഞ്ഞ ഞാൻ ഈ വീഡിയോ നിന്റെ അമ്മാവന് തന്നെ അയക്കും. പിന്നെ നിന്റെ അമ്മാവൻ തീരുമാനിക്കും എന്താ വേണ്ടേന്ന്. വെറുതെ ആവശ്യമില്ലാത്ത പണി കാണിക്കരുത്. ആവശ്യമില്ലാത്ത പണി കാണിക്കുന്നത് നീയാണോ അത് ഞാനാണോടാ? നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം. നീ എന്റെ മകളെ വിവാഹം കഴിച്ച്
അവളുടെ സ്വത്തുക്കളെല്ലാം സ്വന്തമാക്കാമെന്ന് നിന്റെ അമ്മ പറഞ്ഞെന്ന ബുദ്ധിയും കൊണ്ട് ഇറങ്ങിയാലേ. അതൊക്കെ കണ്ടുകൊണ്ട് വെറുതെ നിൽക്കുന്ന ആളാണ് പത്മാവതി എന്ന് വിചാരിച്ചോ? നടക്കാൻ പോകുന്നില്ല. നീയും നിന്റെ അമ്മയും വിചാരിക്കുന്നതൊന്നും നടക്കാൻ പോകുന്നില്ല. ഈ പത്മാവതി ജീവനോടെ ഉണ്ടെങ്കിൽ നീ ഋതികയുടെ കഴുത്തിൽ താലി കെട്ടില്ല. ദേ, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. ദേഷ്യം വന്ന് നീ എന്ത് ചെയ്യോടാ? നിനക്ക് ചുണയുണ്ടെങ്കിലേ നീ ഋതികയുടെ കഴുത്തിൽ താലി കെട്ടടാ. ഞാനൊന്ന് കാണട്ടെ. ഋതികയുടെ കഴുത്തിൽ താലി കെട്ടണമെന്നുള്ള നിന്റെ ആഗ്രഹം ഉണ്ടല്ലോ, നീ അതങ്ങ് മറന്നേരെ. അല്ലെങ്കിൽ അറിയാലോ, നീ പറഞ്ഞതെല്ലാം ഞാൻ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. നിനക്കും നിന്റെ അമ്മയ്ക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള തെളിവുകളായത്. ഇത് ഞാൻ പ്രതാപേട്ടന് അയച്ചു കൊടുക്കും. ചെന്ന് പറഞ്ഞേക്ക് നിന്റെ അമ്മയോട്. നിർത്തിക്കോണം. അമ്മയും മകനും എല്ലാം ഇവിടെ വെച്ച് നിർത്തിക്കോണം. എന്റെ മകളുടെ പിന്നാലെ ഇനി കഴുകന്റെ കണ്ണുകളുമായി വന്നാൽ നിങ്ങളെ പ്രതാപേട്ടൻ തന്നെ കഴുത്തിന് പിടിച്ച വീട്ടിൽ നിന്ന് പുറത്തു കളയും. അതോർത്താ നിനക്കും നിന്റെ അമ്മയ്ക്കും നല്ലത്. എന്താ ചേട്ടാ, സുഖല്ലേ? ആ, സുഖമായിട്ടിരിക്കുന്ന രമ്യ. ജയേട്ടാ, അന്ന് ഞാൻ ജയേട്ടനോട് കള്ളു കുടിച്ച് രാജുവിന്റെ വീട്ടിൽ ചെന്ന് ബഹളം വെക്കാൻ പറഞ്ഞപ്പോ ജയേട്ടൻ ചെറുതായൊന്ന് ഉഴപ്പി എന്നെ പറ്റിച്ചു അല്ലേ? അല്ലേ? ഹേയ്, ഞാൻ നല്ലൊരു ഉഗ്ര വഴക്കല്ലേ ഇവിടെ ഉണ്ടാക്കിയത്. പക്ഷേ അത് ഏറ്റില്ല. രമ്യക്ക് അറിയാലോ, ഞാൻ അവിടെ പോയി കള്ളു കുടിച്ച് ബഹളം വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ലെന്നേ. പ്രിയയുടെ അച്ഛന് എന്നെ അങ്ങനെ വലിയ പേടിയൊന്നുമില്ല. പുള്ളി അല്ലേ വലിയ തന്റെ അടിയാ. നിങ്ങളോടൊന്നും നിൽക്കുന്ന പോലെയൊന്നും അല്ല എന്റെ കാര്യത്തില്. അല്ലെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യുമ്പോ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റീസൺ ഇല്ലാതെ വെറുതെ വഴക്കുണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോഴേ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു റീസൺ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ചേട്ടൻ എന്റെ കൂടെ ഒന്ന് നിന്ന് തന്ന ജയേട്ടനും ഗുണമുള്ള കാര്യം. ആണോ? എന്താ ഗുണം? അത് ജയേട്ടാ, എന്റെ വിവാഹം രാജുവുമായി നടത്തുന്ന കാര്യം അമ്മയെ കൊണ്ട് ഞാൻ വർമ്മ സാറുമായി സംസാരിപ്പിച്ച് സമ്മതമൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. ആണോ? അതെ. അപ്പൊ ഋതിക മാഡത്തിന്റെ കാര്യം? അവളുടെ കാര്യം അതെ, ദീപക്കുമായിട്ട് സമ്മതിപ്പിച്ചിട്ടുണ്ട്. അല്ല, ഈ ദീപക്കിന്റെ സ്വഭാവം മോശമാണെന്ന് എല്ലാവർക്കും അറിയാൻ കാര്യമല്ലേ? അതൊക്കെ അംബികാമ്മയുടെ എങ്ങനെയൊക്കെ സമ്മതിപ്പിച്ചു. ജയേട്ടൻ ആദ്യം ഞാൻ പറയുന്നത് കേക്ക്. അവളുടെ കാര്യം വിട്, എന്റെ കാര്യത്തിലേക്ക് വാ. ജയേട്ടാ, എന്റെ കാര്യത്തില് രാജുവിന്റെ അടുത്ത് ജയേട്ടനൊന്ന് സംസാരിക്കണം. രാജുവായി എന്റെ വിവാഹം നടക്കുന്നത് വരെ എനിക്ക് ജയേട്ടന്റെ സപ്പോർട്ട് വേണം. ഓ, അതിനെന്താ, ചെയ്യാലോ. പിന്നെ എന്തോ ഗുണമുണ്ടെന്ന് പറഞ്ഞില്ലേ? എന്ത് ഗുണമാ എനിക്കുള്ളത്? ഗുണം എന്താണെന്ന് വെച്ചാ ഞാൻ കാശ് തരാം ജയേട്ടാ. കാശ് മേടിച്ചിട്ട് ജയ എന്തും ചെയ്യുള്ളൂ എന്ന് രമ്യക്ക് അറിയാവുന്ന കാര്യല്ലേ? പക്ഷേ ഇത്തവണ അത് വേണ്ട. രമ്യ എനിക്ക് വേറൊരു കാര്യം ചെയ്തു തന്നാ മതി. എന്ത് കാര്യം? രമ്യ വിചാരിച്ച കുടുംബത്തിൽ നിന്ന് മാറി താമസിക്കുന്ന രമ്യയുടെ ചേട്ട ഹരീഷിനെയും അവന്റെ ഭാര്യ ശ്രീലക്ഷ്മിയെയും തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ലേ? അത് നടക്കുന്നു തോന്നുന്നില്ല ജയേട്ടാ. അമ്മ ഇതിനൊന്നും സമ്മതിക്കില്ല. ഓ പിന്നെ, രാജുവിനെ വിവാഹം കഴിക്കാൻ വേണ്ടി രുക്മിണിയെ ചേച്ചിയെ കൊണ്ട് സമ്മതിപ്പിക്കാമെങ്കിൽ രമ്യക്ക് ഇതും സമ്മതിപ്പിക്കാവുന്ന കാര്യമേ ഉള്ളൂ. രമ്യ ഒന്ന് സംസാരിച്ചു നോക്ക്.
ശരി, രാജുവിന്റെ വീട്ടിൽ പോയി ഞാനും അമ്മയും സംസാരിക്കുന്നുണ്ട്. ഉം. അപ്പൊ അതിനു മുൻപായിട്ട് ഞാൻ അമ്മയോട് ഈ കാര്യം ഒന്ന് സൂചിപ്പിച്ചേക്കാം. ഓ, അമ്മ സമ്മതിക്കുമെന്ന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ രമ്യ? രമ്യ അതിനൊരു ഉറപ്പ് തന്നാ രമ്യയുടെ രാജുവിന്റെ വിവാഹം നടത്താൻ ഞാനൊപ്പം നിൽക്കാം. ശരി ചേട്ടാ, ഞാനും മാക്സിമം ശ്രമിക്കാം. അത് മതി, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ശരി. ജയേട്ടാ, ഒരു കാര്യം കൂടിയുണ്ട്. എന്ത് കാര്യം? എത്ര തിരക്കാണെങ്കിലും ഇന്ന് വൈകുന്നേരം രാജുവിന്റെ വീട് വരെ ഒന്ന് വരണം. ശരി, അങ്ങനെ ആവട്ടെ. എടാ ദീപക്കെ, എന്താടാ ഉണ്ടായത്? നീ എന്തിനാ ഇങ്ങനെ പരവേശമൊക്കെ കാണിക്കുന്നേ? പിന്നെ പരവേശം കാണിക്കാതെ അമ്മ എന്തൊക്കെയായിരുന്നു പത്മാവതിയെ കുറിച്ച് പറഞ്ഞിരുന്നത്? അവര് വെറും പാവമായിരുന്നു, അവര് വെറും തൊട്ടവിടെ സ്വഭാവമായിരുന്നു. അമ്മ അവരെ വരച്ച വരിയില നിർത്തിയിരുന്നേ എന്തൊക്കെയായിരുന്നു? അതിനിപ്പോ എന്താടാ ഉണ്ടായേ? അമ്മ പറഞ്ഞതുപോലെ അവരൊരു പാവ സ്ത്രീയൊന്നും അല്ല, അവരൊരു ഭദ്രകാളിയാ. ആ നോട്ടവും സംസാരവും, ഓ, ഞാൻ നിന്നങ്ങ് ഒരുങ്ങി ഐസായി പോയി. നീ എന്താ ദീപക്കെ പറയുന്നേ? അവള് നിന്നെ ഭയപ്പെടുത്തിയോ? അതെ അമ്മേ, അവരെന്റെ മുഖത്തേക്ക് നോക്കി എന്റെ കണ്ണി നോക്കി തന്നെ പറഞ്ഞു എന്റെ ഹൃതിയുടെ വിവാഹം നടത്തില്ല എന്ന്.